ഇനിയിപ്പോൾ 1 കോടി ഉറുപ്പൻ്റെ എന്തെന്നെ മേടിച്ചു കൊടുത്താലും ഒന്ന് മനസ്സ് മാറാൻ പോകും. നീ അതിനൊക്കെ നിനക്കിപ്പോൾ വലിയ ഇതില്ലാണ്ട് നിനക്ക് എന്താക്കണം, നീ നിൻ്റെ മനസ്സ് ഒരു 5 മിനിറ്റെങ്കിലും 5 മിനിറ്റ് തുറക്കുക. മനസ്സിലായില്ലേ? അതെപ്പോഴും അത് ഒരാളുടെ അടുത്ത് അങ്ങനെയാണ്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ നിൻ്റെ അടുത്ത് മനസ്സ് തുറന്നാൽ തന്നെ എൻ്റെ ഉള്ളിലുള്ള എന്താണെന്ന് എനിക്കറിയും. അവൻ്റെ മനസ്സ് തുറപ്പിച്ചാൽ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കഷ്ടങ്ങൾ എന്താണെന്ന് അവന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള രീതിക്ക് നമ്മൾ പെരുമാറണം. ഹക്കീം എന്ന് പറഞ്ഞാൽ ഹക്കീം ഇപ്പോൾ നിലവിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം. എനിക്ക് പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരനാണ് അവന് മുന്നിൽ. അതാണ് ഒന്നും പറയാണ്ടിരിക്കുന്നത്. ഹക്കീം ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഹക്കീം ഇപ്പോൾ വീട്ടിൽ പോകുന്നുണ്ട്. ഹക്കീമിനെ ഇപ്പോൾ വലുതാച്ചാലും അവന് പോകാച്ചാലും കൈയും കാലും കത്തി കൊടുക്കുന്നുണ്ട്. ഹക്കീമിനെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു തന്നെയാണ്. അപ്പോൾ ഇവൻ്റെ ലോകത്തിൻ്റെ ഒരു അട്രാക്ഷൻ അത് വേറെ രീതിയാണ്. നമ്മളെ പോലുള്ള രീതിയല്ല. ഇപ്പോൾ നമ്മളെ കാട്ടി വ്യത്യാസം എങ്ങനെ ഒരു വേറൊരു വൈബുള്ള ഒരാളാണ്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ അവനോട് സംസാരിച്ച് അവൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ അവൻ്റെ അടുത്ത് കുറച്ച് നേരം നമ്മൾ സംസാരിച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാവില്ല. ഇപ്പെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഉള്ള ഒരു വൈബും ഇല്ല എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അവൻ എന്നെക്കൊണ്ട് വീട്ടിൽ കയറി കഴിഞ്ഞ് പറഞ്ഞ മസാജ് എത്ര വീട്ടിൽ കാല് വേദനിക്കുന്ന ആശയം വീട്ടിൽ പോയി കഴിഞ്ഞാൽ പണ്ടേ അറിയില്ല. തല ഒരാൾ മസാജ് ചെയ്യും. അതിലോ മാമാൻ്റെ 2 മക്കളോട്ട് 2 കൈയെടുത്തു, ഒരാൾ കാലെടുത്തു. ഞാൻ പറഞ്ഞ ഹക്കീമേ നീ സൂഹിക്കണ്ട, നീ നല്ല സൂഹിക്കണ്ടേ അതൊന്നും കുഴപ്പമില്ല. എനിക്കൊക്കെ നീയൊക്കെ ഒരുപാട് മാറി. എന്നിട്ട് അവൻ എന്നെ കൊണ്ട് ചോദിച്ചിട്ടാ റാശി ഞാനിപ്പോൾ നടക്കണേന് എന്തെങ്കിലും തെറ്റുണ്ടോ, എന്തേലും എനിക്ക് നിങ്ങളൊക്കെ തന്നെ അല്ലടാ പറഞ്ഞുതരാനുള്ളൂ, നിങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു തരുന്നത്, എന്തെങ്കിലുമൊക്കെ ഉണ്ട് പറഞ്ഞ റാശി പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവനെ കൂടെ ഒറ്റയ്ക്ക് പോകുകയാണ് ആനക്കല്ലിനുള്ള കൂടെ. അല്ല നീ അവിടെ വന്നതിന് പറഞ്ഞാലും ഹക്കീം നീയൊക്കെ പെണ്ണൊക്കെ അടിക്കുമ്പോൾ നീ ഹക്കീമൊക്കെ തന്നെയാണ് ഇരിക്കുക. എല്ലാം നിനക്ക് മീറൊക്കെ അപ്പം നമുക്ക് വ്യാഴാഴ്ച കമ്പനി ഓടണ്ടാ. ബാധു അവളുള്ള സമയത്ത് ഇങ്ങനത്തുള്ള ഒരു വർത്തമാനം പറയണ്ട കേട്ടോ. പിന്നെ നിന്റെ വീട്ടില് എന്താണെന്ന് പറയാ, നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ വീട്ടിലൊരു കലാശക്കോട്ടുണ്ടാവും. പിന്നെ നീ അവിടെ വന്നതിന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് ചെയ്യാൻ വലിയൊരു ഡയലോഗ് സഫാരി ഹൈപ്പർ മാർക്കറ്റ് മറ്റേ ഹക്കീമേ ഈ വക്കങ്ങാനൊക്കെ ടെക്നൊക്കെ ഉണ്ട്. എനിക്കിപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നല്ലോണം മൂവ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണ് നല്ലോണം അറിയാം. ഓക്കെ അതിന് മനസ്സിലായിരിക്കും. എനിക്കിപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ നാട്ടിൽ നടക്കുന്നത്, നമ്മുടെ അവിടെ എന്താ നടക്കുന്നത് എല്ലാം എനിക്കറിയാം. പക്ഷേ അവിടെ നല്ലപോലെ എനിക്ക് പറ്റില്ല എന്നുണ്ടെന്ന് പറഞ്ഞാൽ നീ ഇപ്പം തന്നെ പറഞ്ഞ കുഴപ്പമില്ല. നീ നോക്കുന്നുള്ളൊരു ഉറപ്പിലാണ് പിന്നെ ഞാൻ ഇല്ല നിൽക്കുന്നത്. വേറെ ആരെയും കണ്ടത് നിൻ്റെ ഒരു ഉറപ്പിന്. ഹക്കീമേ നാളെ മേലേക്ക് അവനെ സങ്കടപ്പെടുത്താൻ പാടില്ല. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് നീ നോക്കിയാൽ മതി. പിന്നെ നാളെ അവരങ്ങനെ പറഞ്ഞു